എല്ലാവർക്കും നമസ്കാരം. യതീഷയുടെ സ്പിരിറ്റ് ഓഫ് രാമ എന്ന ഈ ഒരു ആധ്യാത്മിക സീരീസിലെ 11ാമത് എപ്പിസോഡിലാണ് നമ്മളെല്ലാവരും എത്തി നിൽക്കുന്നത്. എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഓം വന്ദേ ഗുരുപാദദ്വന്ദ്വം ഹവാങ് മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം ഹതൈർഘ്യം ത്രൈപുരം മഹാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാവൂ. ഇനി നമ്മൾ കഥയിൽ പുരോഗമിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഇതിഹാസമായ ശ്രീ വാൽമീകി രാമായണത്തിൽ പുരോഗമിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന കഥാതന്തു ഭരതൻ്റെ അയോധ്യയിലേക്കുള്ള വരവാണ്. അയോധ്യ ദുഃഖത്തിൽ മുങ്ങിയിരിക്കുന്ന ഈ സമയം സ്ത്രീകളുടെ വിലാപം ദൂരെ നിന്ന് കേൾക്കാമായിരുന്നു. രാജാവിൻ്റെ മൃതദേഹം എണ്ണയിൽ വിശേഷ സുഗന്ധദ്രവ്യത്താലൊക്കെ സ്നാനം ചെയ്യിച്ച് തയ്യാറാക്കി വയ്ക്കാൻ, സംസ്കാരത്തിന് തയ്യാറാക്കി വയ്ക്കാൻ വസിഷ്ഠമുനി പരിചാരകരോട് ആവശ്യപ്പെടുകയാണ്. ശ്രീ ഭരതൻ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ രാജ്യത്ത് നിന്ന് മടങ്ങിയെത്തി. ഭരതനെയും ശത്രുഘ്നെയും തിരികെ കൊണ്ടുവരാൻ അദ്ദേഹം കേകയ രാജ്യത്തേക്ക് ദൂതന്മാരെ അയച്ചിട്ടുണ്ടായിരുന്നു. അവർ പോയി യുധാജിത്തിനോട് സംസാരിച്ച് രാജകുമാരന്മാരെ തിരികെ കൊണ്ടുവരാനുള്ള അനുമതി നേടി. പിതാവിൻ്റെ വിയോഗത്തെക്കുറിച്ച് അവരോട് ആ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്തോ ശരിയല്ലെന്ന് അവർക്കറിയാമായിരുന്നു. കൊട്ടാരത്തിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചിരിക്കുമോ, പെട്ടെന്ന് ആരെങ്കിലും രോഗബാധിതനായോ. അവർ അയോധ്യ നഗരിയിൽ പ്രവേശിച്ച സമയത്ത് അയോധ്യയിൽ കേട്ടുകേൾവിയില്ലാത്ത വിധം മ്ലാനവും മങ്ങിയതുമായ ഒരു അന്തരീക്ഷം അവിടെ നിലനിൽക്കുന്നത് അവർ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നു. അവർ കൈകേയി മാതാവിൻ്റെ കൊട്ടാരത്തിലെത്തുകയും ഭരതനെ കണ്ട മാത്രയിൽ അവൾ അവനെ ആലിംഗനം ചെയ്യുകയും തൻ്റെ അമ്മയെയും സഹോദരനെയും കേകയ രാജ്യത്തെയും കുറിച്ചൊക്കെ അവൾ ചോദിച്ചു മനസ്സിലാക്കുന്നു. ഭരതൻ പക്ഷേ ആ സമയം അക്ഷമനായി കൊണ്ട് ചോദിക്കുകയാണ്, അമ്മേ, എൻ്റെ അച്ഛന് എങ്ങനെയുണ്ട് എന്ന് പറയൂ. നിങ്ങളെ എല്ലാം വളരെ കാലമായി കാണാൻ കഴിയാത്തതിൽ എനിക്ക് നല്ല വേദനയുണ്ട്. നിങ്ങളുടെ കൊട്ടാരത്തിൽ കൂടുതൽ സമയം ചിലവഴിച്ചിരുന്നതിനാൽ അദ്ദേഹം, അതായത് ദശരഥ മഹാരാജാവ് കൂടുതൽ സമയം
കൈകേയിയുടെ കൊട്ടാരത്തിലാണ്, അതുകൊണ്ട് തന്നെ അങ്ങയോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ കരുതി എന്ന് അദ്ദേഹം പറയുമ്പോൾ കൈകേയി പെട്ടെന്ന് മറുപടി പറയുകയാണ്, മകനെ, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നിനക്ക് അർഹതമായത് നിനക്ക് ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പാക്കിയിട്ടുണ്ട്. നിന്റെ മഹാനായ പിതാവ് ദശരഥ മഹാരാജാവ് എന്ന ഖ്യാതി നേടി മരണമടഞ്ഞു. ആ ക്ഷണം ആ മരണവാർത്ത കേട്ട് അദ്ദേഹം വല്ലാതെ സങ്കടപ്പെട്ട് അങ്ങനെ അദ്ദേഹം നിലത്തിരുന്ന് വളരെ സങ്കടത്തോടു കൂടി കരയാൻ തുടങ്ങി. ഭരതൻ്റെ ദുഃഖം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദുഃഖത്തോടു കൂടി പറയുകയാണ്, പിതാവേ, എന്നെ ഈ ദുഃഖസാഗരത്തിൽ ഉപേക്ഷിച്ച് നീ എവിടെയാണ് അപ്രത്യക്ഷനായത്? പോകുന്നതിന് മുൻപ് രാജ്യത്തിൻ്റെ നേതൃത്വം രാമന് നൽകാതിരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ സന്തോഷത്തോടെ അവൻ്റെ ദാസനാകുമായിരുന്നു. ഇപ്പോൾ നമ്മെ നയിക്കാൻ ഇവിടെ ആരാണ് ശേഷിക്കുന്നത്? അങ്ങനെ ഭരതൻ വിലപിക്കുമ്പോൾ അമ്മ കൈകേയി അവനെ സമീപിച്ച് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം പറയുകയും ചെയ്യുന്നു, എൻ്റെ പ്രിയ മകനെ, ഇതെല്ലാം ഭഗവാന്റെ ആഗ്രഹമായി കരുതുക. ദുഃഖിച്ചിട്ട് എന്താണ് പ്രയോജനം? നിന്റെ ക്ഷേമവും ഭാഗ്യവും മനസ്സിൽ വെച്ചാണ് ഞാൻ ഈ കണ്ട കാര്യങ്ങളൊക്കെ ചെയ്തത്. ഭരതൻ തെല്ലൊരാശങ്കയോട് ചോദിക്കുകയാണ്, അമ്മേ, എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് അവസാനമായി അങ്ങയോട് എന്തെങ്കിലും പറഞ്ഞിരുന്നുവോ? അദ്ദേഹം രാമൻ്റെ നാമം ജപിക്കുകയും 3 പേരായ ശ്രീരാമൻ, ലക്ഷ്മണൻ, സീത എന്നിവരിൽ നിന്ന് വേർപിരിഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ച് വിലപിക്കുകയും ചെയ്തു എന്നാണ് കൈകേയി മറുപടി പറഞ്ഞത്. ഇത് കേട്ട് ഭരതൻ വളരെ ആശയക്കുഴപ്പത്തിലായി. അപ്പോൾ മരണസമയത്ത് അവർ 3 അച്ഛൻ്റെ അടുത്തുണ്ടായിരുന്നില്ലേ? അപ്പോഴാണ് കൈകേയി ഭരതനോട് എന്താണ് സംഭവിച്ചതെന്ന് വിവരിക്കുന്നത്. ആ സമയത്ത് നിന്റെ അച്ഛൻ രാജ്യം നിനക്ക് നൽകി രാമനെ കാട്ടിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരുന്നു. സീത ശ്രീരാമനെ കാട്ടിൽ പിന്തുടർന്നു. ലക്ഷ്മണൻ അവരെ സേവിക്കാൻ ആഗ്രഹിച്ചതിനാൽ ലക്ഷ്മണനും അവരെ കൂടെ കാട്ടിലേക്ക് പോയി. രാജാവ് ഈ 3 പേരുടെയും വിധിയെ ഓർത്ത് വിലപിച്ച് ചിന്തിച്ച് മരിക്കുകയാണ് ഉണ്ടായത് എന്ന് കൈകേയി ഭരതനോട് പറയുന്നു. ഇത് കേട്ട് ഭരതൻ യഥാർത്ഥത്തിൽ ദുഃഖിതനായി. വീണ്ടും അദ്ദേഹം നിലത്ത് നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത വിധം വീണ്ടും വീണുപോയി. പെട്ടെന്ന് ഭരതൻ വളരെ കോപത്തോടു കൂടി എഴുന്നേറ്റ് കൈകേയിയെ കോപത്താൽ നോക്കിക്കൊണ്ട് അവൻ അമ്മയോട് ആക്രോശിച്ച് ഇപ്രകാരം പറയുകയാണ്, ഭർത്താവിനെ കൊന്ന നീച്ച സ്ത്രീയാണ് നീ ഒരു ക്രൂരയായ സ്ത്രീയാണ്. ഞാൻ എങ്ങനെയാണ് നിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നുവെന്ന് പറയുവാൻ തന്നെ എനിക്ക് ലജ്ജ തോന്നുന്നു. നിന്നെ എൻ്റെ അമ്മയായി ലഭിച്ചതിൽ ഞാൻ വളരെ നിർഭാഗ്യവാനാണ്. ഒരു ശവസംസ്കാര ചിതയിൽ ചാടി ഞാൻ സ്വയം ദേഹത്യാഗം ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ കഴുത്തറത്ത് ഈ ക്ഷണം മരിക്കും. ഹേ സ്ത്രീ, നീ പാപത്തിൻ്റെ വ്യക്തിത്വമാണ്. നിന്റെ പ്രവൃത്തിയാൽ, നിന്റെ ഏറ്റവും മോശമായ പ്രവൃത്തിയാൽ നീ നേരെ നരകത്തിലേക്ക് പതിക്കുന്നതാണ്. ഭരതൻ അമ്മയോടൊപ്പം അധിക നേരം അവിടെ നിന്നില്ല. അദ്ദേഹം അമ്മയായ കൗസല്യയെയും കൂടെ കാണാൻ പോയി. കൗസല്യയുടെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ചപ്പോൾ അവർ ഭരതനെ കെട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ച് വളരെ ദുഃഖത്തോടെ കരഞ്ഞു. അവളുടെ ദുഃഖത്തിന് അതിരുകളില്ലായിരുന്നു. അവൾ പറഞ്ഞു തുടങ്ങി ഇപ്രകാരം, സീതയും രാമനും ലക്ഷ്മണനോടൊപ്പം കാട്ടിൽ കഴിയുന്നത് നമ്മുടെ കർമ്മമാണ്. ദുഃഖം എൻ്റെ നിത്യസഹചാരിയാണെന്ന് തോന്നുന്നു മകനെ ഭരത. ആ സമയം ഭരതൻ കൗസല്യയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ക്ഷമ ചോദിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, അമ്മ കൈകേയിയുടെ പദ്ധതികളെക്കുറിച്ച് എനിക്ക് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. അവൾ ഇതെല്ലാം സ്വയം ചെയ്തു. എനിക്ക് അതിൽ ഒരു പങ്കുമില്ല. ഞാനത് അറിഞ്ഞിട്ടും അത്തരമൊരു ഭയാനകമായ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ
100 ബ്രാഹ്മണരെ കൊന്ന പാപം എൻ്റെ മേൽ ചുമത്തപ്പെടട്ടെ. എൻ്റെ ഗുരുവായ വസിഷ്ഠനെയും അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രനെയും കൊന്ന പാപം പോലെയാണ് അത്. നീ ഒന്നും ചെയ്തില്ല, ഇതിൽ നീ ഒരു കുറ്റവും അർഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഭരതൻ ഇങ്ങനെ വിലപിക്കുന്ന സമയത്ത് അമ്മ കൗസല്യ ആലിംഗനം ചെയ്തു വീണ്ടും. ആ സമയം വസിഷ്ഠൻ കൊട്ടാരത്തിലെത്തി ഭരതനോട് രാജ്യത്തിനു വേണ്ടി നടപടിയെടുക്കേണ്ട സമയമാണിതെന്ന് ഉപദേശിക്കുകയാണ്. നിങ്ങളുടെ പിതാവിന് മഹത്തായ ഒരു ജീവിതമുണ്ടായിരുന്നു. ദശരഥ ചക്രവർത്തിയായി ജീവിച്ചുകൊണ്ട് അദ്ദേഹം പ്രശസ്തിയും സമ്പത്തും പെരുമയും ഒക്കെ നേടി. അദ്ദേഹം ഇപ്പോൾ സ്വർഗത്തിൽ ഇന്ദ്രനോടും മറ്റുള്ളവരോടും ഒപ്പമിരുന്ന് മരണാനന്തര ജീവിതം ആസ്വദിക്കുകയാണ്. അക്കാര്യത്താൽ നിങ്ങൾക്ക് വിലപിക്കാൻ ഒന്നുമില്ല. എല്ലാം കഴിഞ്ഞിട്ടും ഇപ്പോൾ ദുഃഖിച്ചിട്ട് എന്താണ് പ്രയോജനം? കുടുംബക്രമത്തിൽ ഒരു അച്ഛൻ മരിക്കുമ്പോഴോ ഒരു മകൻ മരിക്കുമ്പോഴോ പോലും ബന്ധുക്കൾ കുറച്ചു നേരം കരയും. തുടർന്ന് എല്ലാവരും അവരവരുടെ ജീവിത പ്രവൃത്തികൾ, ജോലികൾ, ഉത്തരവാദിത്തങ്ങൾ ഒക്കെ തുടരും. നിങ്ങളുടെ മനസ്സിൽ സ്ഥിരമായ ഒരു ആശ്വാസം ലഭിക്കാനുള്ള ഏകമാർഗം സത്സംഗത്തിൽ ഏർപ്പെടുക എന്നതാണ്. അതായത് എപ്പോഴും മാന്യമായ മനസ്സുകളുമായി ബന്ധപ്പെട്ടിരിക്കുക എന്നതാണ്. ഒരിക്കൽ ജനിച്ചാൽ നാം എല്ലാവരും ഒരു ദിവസം മരിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. കൂടാതെ മരിച്ചവർ ജീവിതചക്രത്തിൽ വീണ്ടും വീണ്ടും ജനിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുക. കർമ്മചക്രം അവസാനിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. കർമ്മത്തിന് പിന്നിലെ തത്വങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് ദുഃഖമുണ്ടാകില്ല. മരണത്തിൽ ദുഃഖിക്കാൻ ഒന്നും തന്നെയില്ല. ഒരു ജനനത്തിൽ അതുപോലെ തന്നെ സന്തോഷിക്കാനും ഒന്നുമില്ല. ജീവിതം ക്ഷണികമാണ് ഭരത. ഇതുവരെ ദശലക്ഷക്കണക്കിന് ആളുകൾ ജനിച്ചു മരിച്ചു. ഈ മായയെ കണ്ടവർ ഇത്ര ജീവൻ അല്ലെങ്കിൽ ഇത്ര സ്വാഭാവികമായ ഒന്നിനെക്കുറിച്ച് ദുഃഖിക്കില്ല. പുനർജന്മങ്ങളിൽ ജീവശക്തിയായ ജീവൻ ഒരാൾ തൻ്റെ എങ്ങനെയാണോ തൻ്റെ വൃത്തികെട്ട അല്ലെങ്കിൽ മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് പോലെ ആത്മാവ് തൻ്റെ പുതിയ ശരീരങ്ങൾ സ്വീകരിക്കുന്നു. ജീവൻ പഴയ ശരീരങ്ങൾ ഉപേക്ഷിച്ച് ഒരു പ്രത്യേക ജീവിതകാലത്ത് പുതിയ ശരീരങ്ങൾ സ്വീകരിക്കുന്നു. കാരണം അത് തുടർച്ചയായ ജീവിതങ്ങളിലൂടെ വ്യാപിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്നാൽ മാറ്റങ്ങളൊന്നും തന്നെയില്ല. ആത്മാവിന് ജനന മരണങ്ങളില്ലെന്ന് നീ അറിയുക ഭരത. അത് സ്ഥിരമായ മാറ്റമില്ലാത്ത യഥാർത്ഥ സത്യമാണ്. അതാണ് ബ്രഹ്മം. ഈ ആത്യന്തിക സത്യത്തെക്കുറിച്ച് ചിന്തിക്കുക. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വൈകാതെ തന്നെ ചെയ്ത് മുൻപോട്ട് പോവുക. നിങ്ങൾക്ക് നിയന്ത്രണമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ദുഃഖിക്കുന്നതിലൂടെ നിങ്ങൾ ആരെയും സഹായിക്കുന്നതേയില്ല. ഇങ്ങനെ വസിഷ്ഠൻ യഥാർത്ഥത്തിൽ മൃത്യുതത്വം അവിടെ ഭരതന് ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇതിലൊക്കെ നമ്മൾക്ക് കാണുവാൻ സാധിക്കും യഥാർത്ഥത്തിൽ നമ്മൾ മരണവും ജനനവും ഒരുപോലെ സ്വീകരിക്കാൻ പഠിക്കേണ്ടവരാണ്. ആ പാഠങ്ങളാണ് ഋഷീശ്വരന്മാർ നമ്മൾക്ക് പകർന്നു നൽകിയത്. എങ്ങനെയാണോ നമ്മൾ ഭൂമിയിൽ പിറവിയെടുക്കുന്നത് അതൊരു സത്യമാണെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് മൃത്യു എന്ന സത്യം പുൽകേണ്ടത് നമ്മൾക്ക് ആവശ്യവുമാണ്. അതുകൊണ്ട് എങ്ങനെയാണോ പകലിനെയും രാത്രിയെയും നമ്മൾ അടുത്ത ദിവസത്തിനായി സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ ജനനവും മരണവും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണെന്ന സത്യം മനസ്സിലാക്കി സ്വീകരിക്കേണ്ടതാണ് എന്നുള്ള താത്വികമായ മൃത്യുതത്വമാണ് അദ്ദേഹം അവിടെ ഉപദേശിക്കുന്നത്. അങ്ങനെ അയോധ്യയിൽ ദശരഥ മഹാരാജാവിൻ്റെ അന്ത്യസംസ്കാര ചടങ്ങുകൾക്ക് ആക്കം കൂടുകയാണ്. വസിഷ്ഠ മഹർഷിയുടെ ജ്ഞാനപൂർവമായ വാക്കുകൾ കേട്ട് ഭരതൻ വളരെ ശാന്തനായി. മരിച്ചുപോയ രാജാവിന് അന്ത്യകർമ്മങ്ങൾ ചെയ്തു അദ്ദേഹം. രാജാവിൻ്റെ മൃതദേഹം സുഗന്ധദ്രവ്യങ്ങളാൽ സുഗന്ധ തൈലങ്ങളാൽ ആ നേരത്തെ സൂക്ഷിച്ചു വെച്ചിരുന്ന എണ്ണത്തോണിയിൽ നിന്ന് എടുത്ത് ആചാരപരമായ സ്നാനങ്ങളോട് കൂടി മുറ്റത്തേക്ക് പ്രദർശനത്തിന് കൊണ്ടുവന്ന് അവിടെ വീണ്ടും സുഗന്ധ തൈലങ്ങളും അദ്ദേഹത്തിൻ്റെ രാജകീയമായ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ വസ്തുക്കളും ഉപയോഗിച്ച് മൃതദേഹം സംസ്കരണം ചെയ്യുകയാണ്. തുടർന്ന് കൊട്ടാരത്തിൽ സന്നിഹിതനായിരുന്ന ഭരതൻ്റെ നേതൃത്വത്തിൽ രാജകീയ ചടങ്ങുകളോടെ മൃതദേഹം ദഹിപ്പിക്കുകയാണ്. ആ മരണാനന്തര ക്രിയയോടുകൂടി ധാരാളം പശുക്കൾ, സ്വർണം, ഭൂമി, എണ്ണ, ഭക്ഷ്യധാന്യങ്ങൾ എന്നിവയുൾപ്പെടെ ധാരാളം സമ്പത്ത് ഭരതനും ശത്രുഘ്നനും
ബ്രാഹ്മണർക്കും രാജ്യത്തിലെ അർഹരായ മറ്റ് ആളുകൾക്കും ദാനം ചെയ്തു. കാരണം ഇത് യഥാർത്ഥത്തിൽ ഭാരതീയ പാരമ്പര്യമാണ്. കാരണം മരിച്ച ആത്മാവ് ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള വസ്തുക്കളിൽ അദ്ദേഹത്തിൻ്റെ ദശപ്രാണന്മാരിൽ ബന്ധനസ്ഥനാവാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ മരണാനന്തരം ദാനധർമാദികൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ആവശ്യമായ ആചാരങ്ങൾ പൂർത്തിയാക്കിയ സമയത്ത് രാജഗുരുവായ വസിഷ്ഠ മഹർഷിയും മന്ത്രി സുമന്ത്രരും സഹോദരന്മാരെ കാണാൻ കൊട്ടാരത്തിലെത്തുന്നു. അങ്ങനെ വസിഷ്ഠൻ പറയുകയാണ്, രാജകുമാരൻ എന്ന നിലയിൽ രാജാവ് സ്വീകരിക്കേണ്ട ഉചിതവും സമയബന്ധിതവുമായ നടപടികൾ ഉപദേശിക്കുക എന്നതാണ് എൻ്റെ ആഗമന ഉദ്ദേശം, എൻ്റെ കടമ. താങ്കളുടെ പിതാവായ ദശരഥ മഹാരാജാവ് തൻ്റെ സത്യസന്ധതയിൽ ഉറച്ചു നിൽക്കുന്നവനായിരുന്നു. രാജ്ഞി കൈകേയിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം നിങ്ങളെ രാജാവായി കിരീടധാരണം ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഞാൻ നിങ്ങളെ ഔപചാരികമായി കിരീടധാരണം ചെയ്യേണ്ട സമയമായി എന്നറിയിക്കുകയാണ്. ഒരു രാജാവില്ലെങ്കിൽ ഒരു രാജ്യം അരാജകത്വത്തിൻ്റെ പിടിയിലാകാം. ആ സ്ഥാനവുമായി വരുന്ന അധികാരത്തെ നിന്ദിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ ആഗ്രഹങ്ങൾ പാലിക്കേണ്ടവനാണ്. നിങ്ങൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ ധിക്കാരത്തിൻ്റെ അല്ലെങ്കിൽ പാപത്തിന് വിധേയനാകും. ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ മനുഷ്യർക്ക് എല്ലാത്തരം സമൃദ്ധിയും ആനുകൂല്യങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഗുരുവിൻ്റെ വാക്കുകൾ കേട്ട് രാജകുമാരനായ ഭരതൻ അദ്ദേഹത്തോട് മറുപടി പറയുകയാണ്, ഇതുപോലുള്ള ഒരു രാജ്യം ലഭിച്ചിട്ട് എന്താണ് പ്രയോജനം ഗുരു? എൻ്റെ മനസ്സിൽ എൻ്റെ ജ്യേഷ്ഠൻ ശ്രീരാമൻ എപ്പോഴും രാജാവാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ സേവകർ മാത്രമാണ്. താങ്കൾക്കിത് വളരെ നന്നായി അറിയുന്നതല്ലേ, പിന്നെ എന്തിനാണ് എന്നെ ഇത് ചെയ്യാൻ നിർബന്ധിക്കുന്നത്? നാളെ രാവിലെ ഞങ്ങൾ ശ്രീരാമനെ കാണുവാൻ വനത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങൾ അവനെ തിരികെ കൊണ്ടുവരും. അരുന്ധതി ദേവിയോടും മന്ത്രിമാരോടും അമ്മമാരായ കൗസല്യയോടും സുമിത്രയോടും പൗരന്മാരോടും ഒപ്പം അദ്ദേഹത്തെ നമ്മുടെ രാജാവായി ആവശ്യമാണെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ താങ്കളും കൂടെ വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്ന് ഭരതൻ മറുപടി പറയുകയാണ്. അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് കുതിരകളും ആനകളും സൈന്യവും ഒക്കെ ഉണ്ടാവും. ബ്രാഹ്മണർ, വൈശ്യര്, ക്ഷത്രിയര്, ശൂദ്രര് എന്നീ 4 വർണ്ണങ്ങളിലുമുള്ള പ്രജകളോടൊപ്പം വാദ്യക്കാരും ഗായകരും ഒക്കെ ഉണ്ടായിരിക്കണം. ശ്രീരാമൻ അയോധ്യയിലേക്ക് മടങ്ങി വരുന്നതുവരെ ഞങ്ങൾ വെറും തറയിൽ ഉറങ്ങും. കാട്ടിൽ ചെയ്യുന്നത് പോലെ ഞങ്ങൾ വേരുകളും പഴങ്ങളും മാത്രമേ കഴിക്കൂ. വനവാസികൾ ചെയ്യുന്നത് പോലെ ഞങ്ങളുടെ തലമുടികൾ കെട്ടാൻ ഞങ്ങൾ പശിമയുള്ള മരത്തിൻ്റെ നീരും മുടിയിൽ പുരട്ടുന്നതാണ്. ഇത് കേട്ട് വസിഷ്ഠ മഹർഷി സന്തോഷത്തോടെ പറയുകയാണ്, നീ മഹാത്മാക്കളിൽ ഏറ്റവും മികച്ചവനാണ്. ശരിയായതിൽ നിന്ന് നീ ഒരിക്കലും, സത്യത്തിൻ്റെ മാർഗത്തിൽ നിന്ന് നീ ഒരിക്കലും വ്യതിചലിക്കില്ലെന്നും എനിക്ക് അറിയാമായിരുന്നു ഭരത. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ സംഭാഷണം അവിടെ അവസാനിപ്പിച്ച് പിറ്റേന്ന് അതിരാവിലെ ഭരതൻ ഈ പറയുന്ന പ്രജകളോടും സന്നാഹത്തോടും കൂടി ആരണ്യത്തിലേക്ക് അല്ലെങ്കിൽ വനത്തിലേക്ക് ശ്രീരാമനെ കണ്ടുമുട്ടാൻ വേണ്ടി യാത്ര ചെയ്യുകയാണ്. അതിരാവിലെ ഭരതനും ശത്രുഘ്നനും സുമന്ത്രനും വലിയൊരു സൈന്യവും ചേർന്ന് കാട്ടിലേക്കുള്ള യാത്ര ആരംഭിക്കുകയും അങ്ങനെ രാജ്ഞി കൗസല്യ, ഗുരുവായ വസിഷ്ഠൻ, ഭാര്യയായ അരുന്ധതി, മറ്റ് മുനിമാർ എന്നിവർ ഈ പരിവാരങ്ങളോടൊപ്പം ചേരുകയും അവർ ഗംഗാതീരത്ത് എത്തിയ സമയത്ത് ഭരതനും സൈന്യവും, ഗംഗാതീരം ആണ് ശ്രീരാമൻ മുറിച്ച് കടന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞു. അപ്പോൾ ആ ഗംഗാതീരത്തെത്തിയപ്പോൾ അവരവിടെ തമ്പടിച്ചു. മറുകരെ ഭരതനും സൈന്യവും അടുത്തു വരുന്നതായി നിഷാദരാജ്യത്തിൻ്റെ രാജാവായ ഗുഹൻ അറിയുകയും ഭരതനും പ്രജകളും സൈന്യവും ഒക്കെ വന്നത് ശ്രീരാമനുമായി യുദ്ധം ചെയ്യാൻ വരുന്നുണ്ടാകും എന്ന ഒരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിന് ഉണ്ടായി തുടങ്ങി. അദ്ദേഹം അതിനാൽ തന്നെ ഒരു മുൻകരുതൽ സ്വഭാവത്തിലായിരുന്നു അവിടെ നിലയുറപ്പിച്ചത്. ഒരു യുദ്ധമുണ്ടായാൽ ഉടൻ തന്നെ അദ്ദേഹം നിരവധി വള്ളങ്ങളൊക്കെ ക്രമീകരിക്കുകയും ആ വള്ളത്തിലൊക്കെ പോരാളികളോട് സജ്ജരായിരിക്കുവാൻ വേണ്ടി പറയുകയും ചെയ്തു. എന്തായാലും എല്ലാം തയ്യാറാക്കി വെക്കുക. അവർ ശ്രീരാമനെ ആക്രമിക്കാൻ ആണ് ഇവിടെ വന്നിട്ടുള്ളതെങ്കിൽ
ഞങ്ങൾ അവരെ അയോധ്യയിലേക്ക് തിരികെ മടങ്ങാൻ അനുവദിക്കില്ല. പക്ഷേ അവർ ഒരു സമാധാന ദൗത്യവുമായിട്ടാണ് വന്നതെങ്കിൽ ഞങ്ങൾ അവരെ സഹായിക്കേണ്ടതുണ്ട്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ആദ്യം ഞാൻ അവരോട് പോയി സംസാരിച്ചിട്ട് വരാം, അവരുടെ പദ്ധതികൾ എന്താണെന്ന് നോക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഭരതൻ്റെ അടുത്തേക്ക് പോവുകയും ഭരതരാജകുമാരൻ്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ച് അദ്ദേഹത്തിനുള്ള ഉപഹാരങ്ങളും സമ്മാനങ്ങളും ഒക്കെ നൽകി. ആ സമയം അദ്ദേഹം ഭരതനെ ശ്രദ്ധിച്ച സമയത്ത് ഭരതരാജകുമാരൻ ചുണ്ടുകളിൽ രാമനാമം ഉപാംശുവായി ജപിക്കുന്നത് ഗുഹൻ ശ്രദ്ധിച്ചു. അദ്ദേഹം ഒരു വനവാസിയെ പോലെ തൻ്റെ മുടിയിഴകളിൽ മരപ്പശ ധരിച്ചിരുന്നതും മനസ്സിലാക്കുന്നു. സഹോദരന്മാർ യഥാർത്ഥത്തിൽ ദുഃഖിതരാണെന്നും അവരുടെ മൂത്ത സഹോദരനെ അന്വേഷിക്കുന്നുണ്ടെന്നും ഗുഹൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുകയും 3 വിശിഷ്ടാതിഥികളെ ഗംഗാനദി കടക്കാൻ സഹായിച്ചത്, അതായത് ശ്രീരാമനും ലക്ഷ്മണനും സീതാമാതാവിനെയും ഗംഗാനദി കടക്കാൻ സഹായിച്ചത് താനാണെന്ന് അഭിമാനപൂർവ്വം അവരോട് പറയുകയും ചെയ്തു. ശ്രീരാമനും ഗുഹനും എങ്ങനെ കണ്ടുമുട്ടി എന്ന് കേട്ടപ്പോൾ കൂടിക്കാഴ്ച വിശദമായി വിവരിക്കാൻ ഭരതൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഭഗവാൻ തന്നെ ആലിംഗനം ചെയ്തു എന്ന് ഗുഹൻ പറഞ്ഞപ്പോൾ ഭരതൻ ഇങ്ങനെ പറഞ്ഞു, ശ്രീരാമചന്ദ്ര ഭഗവാൻ താങ്കളെ ആലിംഗനം ചെയ്തതിൽ താങ്കൾ എത്ര ഭാഗ്യവാനാണ്. മഹാലക്ഷ്മിക്ക് മാത്രമേ ആ ഭാഗ്യമുള്ളൂ. പക്ഷേ ആ ഭാഗ്യം ലഭിച്ച ഒരു കുലീന ആത്മാവിനെയാണ് ഞാനിപ്പോൾ ദർശിക്കുന്നത്. നിങ്ങളുടെ ജീവിത ഉദ്ദേശം നിങ്ങൾ പൂർത്തീകരിച്ചു. താങ്കൾ ശ്രീരാമനോട് എന്താണ് പറഞ്ഞത്? തിരിച്ച് ശ്രീരാമചന്ദ്ര ഭഗവാൻ താങ്കളോട് എന്താണ് മറുപടിയായി പറഞ്ഞത്? ശ്രീരാമചന്ദ്ര ഭഗവാൻ എങ്ങനെയായിരുന്നു? സീതാദേവിയും ലക്ഷ്മണനും എങ്ങനെയുണ്ട്? അവർ ഇപ്പോൾ എവിടെയാണ് അവർ വിശ്രമിച്ചത്? അവർ എവിടെയാണ് ഉറങ്ങിയത്? ഇലകളും പുല്ലും കൊണ്ട് നിർമ്മിച്ച കിടക്കയിൽ ശ്രീരാമൻ ഇരുന്നുറങ്ങിയ സ്ഥലങ്ങൾ ഗുഹൻ വിശദീകരിച്ച് കാണിച്ചു കൊടുത്ത സമയത്ത് ഭരതൻ വളരെ ലജ്ജ ഇല്ലാത്ത ആ ഒരു ഭാവത്തിൽ ആഴത്തിൽ വാവിട്ട് കരയുകയാണ്. രാമനെ വനവാസത്തിലേക്ക് നയിച്ച സംഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം വിലപിക്കുകയും അദ്ദേഹത്തിൻ്റെ നിർഭാഗ്യകരമായ ജീവിതത്തെ ശപിക്കുകയും ചെയ്യുന്നു. ശ്രീരാമനെ അനുഗമിച്ച് സേവിക്കാൻ കഴിഞ്ഞതിൽ ലക്ഷ്മണൻ എത്ര ഭാഗ്യവാനാണ്. അല്ലാത്ത പക്ഷം ലക്ഷ്മണൻ എപ്പോഴും രാമൻ്റെ നിഴലായി കാണപ്പെടുന്നു. എനിക്ക് അവസരം ലഭിച്ചാൽ ഞാൻ സന്തോഷത്തോടെ ശ്രീരാമൻ്റെ സേവകനാകും. ഭഗവാനെ സേവിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റെന്തെങ്കിലും പ്രവൃത്തിയുണ്ടോ ഈ ബ്രഹ്മാണ്ടത്തിൽ? അവൻ ഏത് ദിശയിലേക്കാണ് പോയതെന്ന് ദയവായി എന്നോട് പറയൂ എന്ന് ഗുഹനോട് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളെ താങ്കൾ അങ്ങോട്ട് കൊണ്ടുപോയാലും എന്ന് അപേക്ഷിക്കുകയാണ്. ഭരതൻ തൻ്റെ സഹോദരനോടുള്ള സ്നേഹം കണ്ട് ഗുഹൻ തന്നെ വളരെയധികം സന്തോഷിച്ചു. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സദ്വൃത്തരിൽ ഒരാളാണ് താങ്കൾ. താങ്കളെ എൻ്റെ വെള്ളത്തിലേറ്റി കുറുകെ കൊണ്ടുപോകാൻ എനിക്ക് സന്തോഷമുണ്ട്. ശ്രീരാമൻ ചിത്രകൂട പർവ്വതങ്ങൾക്ക് സമീപം സുഖമായി താമസിക്കുന്നു. ഗുഹൻ നേരത്തെ തയ്യാറാക്കിയ ആ 500 വള്ളങ്ങൾ പെട്ടെന്ന് തന്നെ ക്രമീകരിച്ച് ഈ മുഴുവൻ സന്നാഹത്തെയും നദിക്ക് കുറുകെ എത്തിക്കുകയും ഭരതനും ശത്രുഘ്നനും വസിഷ്ഠനും അരുന്ധതിയും അമ്മമാരും ഇരുന്ന വള്ളം ഗുഹൻ തന്നെയാണ് സ്വയം തുഴഞ്ഞ് അവരെ മറുകര കടത്തുന്നത്. അങ്ങനെ ഈ യാത്രയുടെ പ്രയാണത്തിൽ നമ്മൾ കാണുന്നത് ഭരതരാജകുമാരൻ ഭരദ്വാജ മുനിയുമായി കണ്ടുമുട്ടുന്നതാണ്. നദി മുറിച്ച് കടന്ന് ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിന് സമീപം അവരെല്ലാം എത്തിച്ചേരുന്നു. ഭരതനും ശത്രുഘ്നനും സൈന്യത്തോട് ആശ്രമത്തിൻ്റെ ശാന്തതയ്ക്ക് ഭംഗം വരാതിരിക്കാൻ ദൂരെ മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മുൻപോട്ട് നടന്നു. അവർ ആശ്രമത്തിൽ പോയി മുനിയുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ച് തങ്ങൾ ദശരഥൻ്റെ പുത്രന്മാരാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു. പരസ്പരം സന്തോഷങ്ങൾ പങ്കുവെച്ച് വനവാസിയായ ഭിക്ഷക്കാരൻ്റെ വസ്ത്രം ധരിച്ച ഭരതനെ കണ്ട സമയം, അല്ലെങ്കിൽ ആ കാഴ്ചയിൽ അത് അയോധ്യ രാജാവിന് യോജിച്ച ഒരു വേഷമല്ല എന്ന് ഭരദ്വാജൻ അദ്ദേഹത്തോട് പറയുകയാണ്. അയോധ്യയിലെ രാജാവായ താങ്കൾ രാജകീയ വസ്ത്രം ധരിച്ച് രാജകീയത ആസ്വദിക്കേണ്ട ആളാണല്ലോ. ഒരു മുനിയുടെ വസ്ത്രം പിന്നെ എന്തിനാണ് ധരിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു.
എന്തിനാണ് വലിയൊരു സൈന്യം താങ്കളെ പിന്തുടരുന്നത്? ഇത് കേട്ട് ഭരതൻ ആദരവോടെ മറുപടി പറഞ്ഞു, അല്ലയോ മഹർഷി, താങ്കൾ എല്ലാം അറിയുന്നു. ഇപ്പോഴും ഞങ്ങളെ കളിയാക്കുവാൻ വേണ്ടിയാണ് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നു. എന്നിരുന്നാലും ഞാൻ അങ്ങേക്ക് ഉത്തരം നൽകാൻ ഇഷ്ടപ്പെടുന്നു. ശ്രീരാമൻ്റെ പത്മപാദങ്ങളെ തൊട്ട് സത്യം ചെയ്യുന്നു, എൻ്റെ അഭാവത്തിൽ കൊട്ടാരത്തിൽ നടന്നതും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കിരീടധാരണത്തെ തടസ്സപ്പെടുത്തിയതും ഞാനല്ല. അതിനു പിന്നിലെ കാരണം എൻ്റെ അമ്മ കൈകേയിയുടെ വിഷലിപ്തമായ വാക്കുകളാണ്. ഞാൻ കുറ്റക്കാരനോ അല്ലയോ എന്ന് താങ്കൾ തന്നെ തീരുമാനിക്കൂ. എൻ്റെ ജീവിതത്തിലെ ദൗത്യം ശ്രീരാമൻ്റെ അല്ലെങ്കിൽ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ആ പത്മപാദങ്ങളെ സേവിക്കുക എന്നതാണ്. മറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ നിറവേറ്റില്ല. എനിക്ക് അദ്ദേഹത്തെ കാണണം. രാജ്യവും എല്ലാ സമ്പത്തും അവൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കണം. തുടർന്ന് അവൻ്റെ കൽപ്പനയ്ക്കായി കാത്തിരിക്കണം. ഇത്രയധികം നമ്മൾ ശ്രീരാമന് രാജാവായി കിരീടധാരണം ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇത്രയധികം ആളുകൾ വന്നിരിക്കുന്നത്. ശത്രുഘ്നനും ഞാനും മാത്രം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ വന്നാൽ അദ്ദേഹം സമ്മതിക്കില്ല എന്ന് ഞാൻ ഭയപ്പെട്ടതുകൊണ്ടാണ് ഇത്രയും ആളുകളുമായി ഈ വനത്തിലേക്ക് പ്രവേശിക്കേണ്ടി വന്നത് എന്ന് ഭരതൻ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉദാത്തമായ ഉദ്ദേശ്യം കേട്ട മഹർഷി വളരെയധികം സന്തോഷിച്ചു. ഭരതനെ കെട്ടിപ്പിടിച്ച് നെറുകയിൽ ചുംബിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, വിഷമിക്കേണ്ട, താങ്കളുടെ രാമഭക്തി ലക്ഷ്മണൻ്റെ ഭക്തിയേക്കാൾ കൂടുതലാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. താങ്കൾക്കും പരിവാരങ്ങൾക്കും ഇവിടെ അത്താഴം കഴിക്കാൻ ഞാൻ സൗകര്യങ്ങൾ ക്രമീകരിക്കാം. രാവിലെ ശ്രീരാമചന്ദ്ര ഭഗവാനെ കണ്ട് യാത്ര ആരംഭിക്കാം. ഭരതൻ സമ്മതിച്ചു. അങ്ങനെ അവർ രാത്രി ആശ്രമത്തിൽ തങ്ങി. ആൾക്കൂട്ടത്തിന് ഒരു വിരുന്നൊരുക്കാൻ മഹർഷി സ്വർഗീയമായ അസ്തിത്വമായ ആ സുരഭിയെ, കാമധേനുവായ സുരഭിയെ വിളിച്ച് അവൾ വളരെ പെട്ടെന്ന് മോനിയുടെ ആഗ്രഹമൊക്കെ നിറവേറ്റി. ആ സമയം ആ ആശ്രമത്തിന് ചുറ്റുമുള്ള മരങ്ങളൊക്കെ ഭക്ഷണം വിളമ്പാൻ സുന്ദരികളായ സ്ത്രീകളായി മാറുന്നു. പെട്ടെന്ന് എല്ലാവർക്കും താമസിക്കാൻ വലിയ ഭക്ഷണശാലകൾ പ്രത്യക്ഷപ്പെടുന്നു. ഭരദ്വാജ മുനി വസിഷ്ഠനും ഭാര്യ അരുന്ധതിക്കും പ്രത്യേക സൽക്കാരങ്ങൾ നൽകുന്നു. അതിരാവിലെ സഹോദരന്മാർ മുനിയെ പ്രണമിച്ച്, അതായത് ഭരതനും ശത്രുഘ്നനും ഭരദ്വാജനെ പ്രണമിച്ച് അനുവാദം വാങ്ങി വീണ്ടും യാത്ര ആരംഭിച്ചു. വഴിയിൽ വെച്ച് അവർ മുനിമാരോട് ശ്രീരാമൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. ചിത്രകൂട പർവ്വതനിരകൾക്ക് സമീപം അതിൻ്റെ വടക്കുഭാഗത്തായി ഒരു മഹാനായ മനുഷ്യൻ ഭാര്യയോടും സഹോദരനോടും ഒപ്പം താമസിക്കുന്നു എന്നാണ് മഹർഷിമാർ അദ്ദേഹത്തെ അറിയിക്കുന്നത്. അവർ പർവ്വതത്തിലെത്തിയപ്പോൾ ആ പ്രദേശം വളരെ 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 ഒരു ശാന്തമായ, ആ പ്രദേശം മുഴുവനും ഫലവൃക്ഷങ്ങളും പൂത്തുലഞ്ഞ വള്ളിച്ചെടികളും കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്നതായി അവർ ശ്രദ്ധിച്ചു. പൂക്കളിൽ നിന്ന് തേന്നുകരുന്ന മൂളിപ്പാട്ടുകൾ പാടിക്കൊണ്ട് പറന്നകലുന്ന വണ്ടുകളെ ശ്രദ്ധിച്ചു. പക്ഷികൾ ആ അന്തരീക്ഷത്തിൽ വളരെ സന്തോഷത്തോടെയാണ് പറന്ന് നടക്കുന്നത്. അവർ പാട്ടുകൾ പാടുന്നുണ്ടായിരുന്നു. വന്യമൃഗങ്ങൾ ഇതിലൂടെ ചുറ്റിത്തിരിയുകയും തങ്ങളുടെ മുഖ്യ ശത്രുക്കളായി അറിയപ്പെടുന്ന മറ്റു മൃഗങ്ങളുമായി കൂട്ടുകൂടി കളിക്കുന്നതും കാണുകയാണ്. സഹോദരന്മാർ ശ്രീരാമൻ്റെ കുടിൽ ദൂരെ നിന്ന് കണ്ടു. ആ ദിശയിലേക്ക് നോക്കി സാഷ്ടാംഗം ഭരതൻ പ്രണമിക്കാൻ തുടങ്ങി. കുടിലിലേക്കുള്ള ആ നടപ്പാതയിൽ അവർക്ക് ശ്രീരാമൻ്റെ കാൽപാദങ്ങൾ വ്യക്തമായി കാണുവാൻ സാധിച്ചിരുന്നു. ശ്രീരാമൻ്റെ പാദങ്ങൾ മാത്രം പതിഞ്ഞ ആ പ്രത്യേക പാദമുദ്രകൾ ഉണ്ടായിരുന്നു അവിടെ. ഇത് കണ്ട മാത്രയിൽ ഭരതൻ നിലത്ത് വീണ് ഭഗവാന്റെ പാദങ്ങളിലെ പൊടി ആ ശരീരമാകെ, അതായത് ശ്രീരാമ ഭഗവാന്റെ പാദസ്പർശമേറ്റ ആ മണ്ണ് ദേഹമാകെ ഒരു ഭസ്മം കണക്കെ പുരട്ടും. ശ്രീരാമൻ ഭരതനെ അല്ലെങ്കിൽ ശ്രീരാമൻ്റെ ഭരതനെ കണ്ടുമുട്ടുന്ന ആ സന്ദർഭം, അല്ലെങ്കിൽ
കുറച്ച് കഴിഞ്ഞാൽ രാമനെ കാണാമെന്ന ചിന്തയിൽ, കാരണം ഞാൻ രാമൻ്റെ കുടിലിനടുത്ത് എത്താൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഭരതന് അതിശക്തമായ ഹൃദയതാളമൊക്കെ തുടങ്ങി. ഈ അവസരത്തിൽ അവൻ ആശ്രമത്തിൻ്റെ വാതിൽക്കലിനടുത്തെത്തുന്ന സമയത്ത് അവൻ്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങുകയാണ്. മണലിൽ ഭഗവാന്റെ പാദമുദ്രകളെ കാണാൻ കഴിയുന്നത് എൻ്റെ വലിയ ഭാഗ്യമാണ്. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുവാൻ പോകുന്നു. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് അവൻ വളരെ ഉത്സാഹവാനായി കാണപ്പെടുകയാണ്. അവിടെ അവൻ സൂര്യനെ പോലെ തിളങ്ങുന്ന തൻ്റെ ജ്യേഷ്ഠനായ ശ്രീരാമനെ കാണുകയാണ്. അവൻ്റെ മുഖം തണുത്തതും പൂർണ്ണചന്ദ്രനെ പോലെ തിളക്കമുള്ളതും, അവൻ്റെ മുടികൾ പശിമയുള്ള ആലിൻ്റെ നീര് പുരട്ടിയ മുടിയിഴകളായി ജടയായി ധരിച്ചിരുന്നു. ഭരതനും ശത്രുഘ്നനും ഉടനെ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു. ശ്രീരാമൻ മുന്നോട്ട് വന്ന് അവരെ ഉയർത്തി ആലിംഗനം ചെയ്തു. ലക്ഷ്മണനും മുന്നോട്ട് വന്ന് സഹോദരന്മാരെ വന്ദിച്ചു. പരസ്പരം അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വന്ദിക്കുകയാണ്. അപ്പോഴാണ് രാമൻ അമ്മ കൗസല്യയെ കാണുന്നത്. അവൻ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവളുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. അവൾ കണ്ണുനീർ വാർത്തുകൊണ്ട് അവനെ ആലിംഗനം ചെയ്തപ്പോൾ മാതൃത്വം കൊണ്ട് നിറഞ്ഞ അവളുടെ സ്തനങ്ങളിൽ നിന്ന് മുലപ്പാൽ ചുരത്താൻ തുടങ്ങി എന്ന് കാവ്യാത്മകമായി അധ്യാത്മരാമായണത്തിലൊക്കെ വർണ്ണിച്ചത് കാണാം. അതായത് ഒരു മാതാവിൻ്റെ മാതൃത്വം തുളുമ്പലാണ് അവിടെ വർണ്ണിച്ചിരിക്കുന്നത്. സീതാദേവി ഭർത്താവിനെ പിന്തുടർന്ന് പരിവാരത്തിലെ എല്ലാ മുതിർന്നവരെയും വണങ്ങി എന്നിട്ട് പറയുകയാണ്, നിങ്ങളെ എല്ലാം കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ ഭാഗ്യമുണ്ട്. ശ്രീരാമൻ പറഞ്ഞു, അയോധ്യയിൽ നിങ്ങൾ എന്നെ എൻ്റെ ചിന്തകളാൽ വലയുകയാണോ? എൻ്റെ പ്രത്യക്ഷ പ്രഭാവം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടോ? എൻ്റെ അച്ഛന് എങ്ങനെയുണ്ട് എന്ന് ശ്രീരാമൻ ചോദിക്കുകയാണ്. എനിക്കും ലക്ഷ്മണനും വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേക സന്ദേശം എന്താണ്, പറഞ്ഞാലും എന്നൊക്കെ ശ്രീരാമൻ വളരെ ഉത്സാഹത്തോട് ചോദിക്കുകയാണ്. രാജഗുരുവായ വസിഷ്ഠൻ പറയുകയാണ്, ശ്രദ്ധിക്കൂ ശ്രീരാമ, ധീരനായ കൗസല്യാപുത്ര, ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ അങ്ങ് കേട്ടാലും താങ്കൾ കൊട്ടാരം വിട്ടതിന് ശേഷം എൻ്റെ അച്ഛൻ ശ്രീരാമ, സീത, ലക്ഷ്മണ തുടങ്ങിയ ഈ 3 നാമങ്ങൾ ആവർത്തിച്ച് ജപിച്ചുകൊണ്ടേയിരുന്നു. വളരെ കാലമായി നിന്നിൽ നിന്ന് വേർപിരിഞ്ഞതിൻ്റെ ദുഃഖം അദ്ദേഹത്തിന് അതിജീവിക്കാൻ സാധിച്ചതേയില്ല. അദ്ദേഹം സമാധാനപരമായി പൂർവീകരുടെ ലോകത്തിലെത്തി. ഇപ്പോൾ ദശരഥ മഹാരാജാവ് ദേവന്മാരോടൊപ്പം സുഖമായി സ്വർഗത്തിൽ വസിക്കുന്നു. പിതാവിൻ്റെ വിയോഗ വാർത്ത കേട്ടപ്പോൾ ആരോ ഒരാൾ മൂർച്ചയുള്ള ഒരു സൂചി കൊണ്ട് തൻ്റെ കർണപടലത്തിൽ കുത്തിയതുപോലെ ശ്രീരാമന് അനുഭവപ്പെട്ടു. ആ അനുഭവം വളരെ വേദനാജനകമായിരുന്നു. ലക്ഷ്മണനും അമ്മമാരും സ്ത്രീകളും പരിവാരങ്ങളും സൈന്യവും ഉണ്ടായ എല്ലാവരും സംഭവ സ്ഥലത്ത് കണ്ണുനീരണിഞ്ഞു. ശ്രീരാമൻ തറയിലിരുന്ന് വളരെ സങ്കടത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു, ഞാനിനി എന്തിന് ജീവിക്കണം? ഞാൻ എൻ്റെ ഈ ശരീരം ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. എനിക്ക് ജീവിക്കാൻ ആഗ്രഹമേയില്ല. സീതയും ലക്ഷ്മണനും ഇത് കണ്ട് വിലപിക്കാൻ തുടങ്ങി. എന്നാൽ ആത്മസംയമനം വീണ്ടെടുക്കാൻ മുനി വസിഷ്ഠൻ അവരെയൊക്കെ ഉപദേശിക്കുന്നു. അവരവരുടെ പിതാവിന് തുടർന്ന് അന്ത്യകർമ്മങ്ങൾ ചെയ്യുകയും കാട്ടിൽ അവർ കഴിച്ചിരുന്ന അതേ ഭക്ഷണം തന്നെ പൂർവീകർക്ക് സമർപ്പിക്കാൻ വേണ്ടി, കാരണം ധാന്യ ഭക്ഷണങ്ങൾ കാട്ടിൽ ലഭ്യമല്ലാത്തതിനാൽ അവർ കാട്ടിൽ കഴിക്കുന്ന അതേ ഭക്ഷണമാണ് പിതൃകർമ്മങ്ങൾക്ക് ഉപയോഗിച്ചത്. എല്ലാവരും ആ ദിവസം ഉപവസിക്കുകയും ആശ്രമത്തിലും അതിനു ചുറ്റുമുള്ള മരങ്ങൾക്കിടയിൽ വിശ്രമിക്കുകയും ചെയ്തു. അതിരാവിലെ ഭരതൻ ശ്രീരാമനെ കാണുവാൻ നേരിട്ട് പോയി. അവർ തമ്മിലുള്ള സംഭാഷണം നടക്കാൻ പോവുകയാണ്.
അങ്ങനെ ഭരതൻ പറയുകയാണ്, സഹോദര, എൻ്റെ പ്രഭു ശ്രീരാമ, ഞാൻ പറയുന്നത് അങ്ങ് ദയവായി കേൾക്കണം. അവിടെ അയോധ്യയിൽ കിരീടധാരണ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ നടത്തി വരികയാണ്. അതിനാവശ്യമായതെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ആ ചടങ്ങ് തുടരാം. അങ്ങേ രാജാവായി കിരീടധാരണം ചെയ്യാം. അങ്ങ് മൂത്തവനാണ്. ക്ഷത്രിയരുടെ ശരിയായ പെരുമാറ്റം, ശരിയായ ധർമ്മം അങ്ങനെയാണല്ലോ. കാരണം നമ്മുടെ പ്രജകളെ പാലിക്കുന്നത് നമ്മുടെ കടമകളിൽ ഏറ്റവും പ്രധാനമാണ്. അങ്ങ് യാഗം നടത്തുകയും അയോധ്യയുടെ പ്രശസ്തി എല്ലായിടത്തും പ്രചരിപ്പിക്കുകയും വേണം എന്നൊക്കെ ഭരതൻ രാമനോട് പറയുകയാണ്. ഇപ്പോൾ കാട്ടിൽ വസിക്കുന്നത് അങ്ങേക്ക് ഒരിക്കലും അനുയോജ്യമല്ല. അങ്ങയുടെ മകൻ രാജ്യത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ സമയമായി വരുമ്പോൾ ആ സമയം അങ്ങേക്ക് കാട്ടിൽ സമയം ചിലവഴിക്കാം. എൻ്റെ അമ്മയുടെ മണ്ടത്തരം ക്ഷമിച്ചാലും ആ സംഭവം നമ്മുടെ ബന്ധത്തെ വ്രണപ്പെടുത്താൻ അനുവദിക്കരുത്. ശ്രീരാമൻ അവനെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്തു. തുടർന്ന് അദ്ദേഹം പറയുകയാണ്, ഭരതാ, ഞാൻ നിന്നെ വ്യക്തമായി കേട്ടു. പക്ഷേ ഓർക്കുക, 14 വർഷം കാട്ടിൽ താമസിക്കാൻ എന്നോട് കൽപ്പിച്ചത് നമ്മുടെ പിതാവാണ്. അത് നമുക്ക് എങ്ങനെ മറക്കാൻ സാധിക്കും? പിതാവായ അദ്ദേഹം നിനക്ക് രാജ്യം വിട്ടു നൽകിയിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ രണ്ടുപേരും നമ്മുടെ പിതാവിൻ്റെ ആഗ്രഹങ്ങളാൽ ബന്ധിതരാണ്. പിതാവിൻ്റെ കൽപ്പന അവഗണിക്കുന്നവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചതുപോലെയാണ്. അവർ തീർച്ചയായും നരകത്തിൽ പതിക്കുക തന്നെ ചെയ്യും. അതിനാൽ താങ്കൾ രാജ്യം ഭരിക്കുക, എന്നെ കാട്ടിലെൻ്റെ ജീവിതം തുടരാൻ അനുവദിക്കുക എന്ന് വിനീതമായി ശ്രീരാമചന്ദ്ര ഭഗവാൻ അപേക്ഷിക്കുകയാണ്. ദശരഥ രാജാവിനെക്കുറിച്ചുള്ള കരുണ ഒട്ടും തന്നെ ആ സമയം ഭരതൻ്റെ വാക്കുകളിൽ ഉണ്ടായതേയില്ല. അദ്ദേഹം പറയുകയാണ്, വൃദ്ധനായ നമ്മുടെ പിതാവ് ഭ്രാന്തനായിരുന്നു. അദ്ദേഹത്തെ അന്ധനാക്കിയ ഒരു സ്ത്രീയെ അദ്ദേഹം ജീവനായി സ്നേഹിച്ചിരുന്നു. അത്തരമൊരു വ്യക്തി ആജ്ഞാപിക്കുമ്പോൾ അവൻ പിതാവാണെങ്കിൽ പോലും പുത്രന്മാർ അവനെ അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല. എൻ്റെ മനസ്സിൽ അങ്ങ് രാജാവാണ്. രാമൻ പുഞ്ചിരിച്ചുകൊണ്ട് ഭരതനോട് ന്യായവാദം ചെയ്യുകയാണ്. ആ സമയം നമ്മുടെ പിതാവിനെക്കുറിച്ച് അങ്ങനെയൊന്നും സംസാരിക്കരുത്. അവൻ ഭ്രാന്തനോ ഭാര്യയാൽ ഭരിക്കപ്പെട്ടവനോ ആയിരുന്നില്ല. തൻ്റെ വാഗ്ദാനത്തിൽ നിന്നും, അതായത് സത്യത്തിൽ നിന്നും വ്യതിചലിക്കുമെന്ന് അവൻ ഭയപ്പെട്ടു പോയതാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ശ്രദ്ധാപൂർവം ചിന്തിച്ചതിന് ശേഷം ഈ കടമകൾ ഞങ്ങൾ രണ്ടുപേർക്കും കൽപ്പിച്ചു നൽകിയത്. അസത്യം കുലീനരായ മനുഷ്യർക്ക് സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല. നാം അവൻ്റെ വാക്കുകൾ അനുസരിക്കാത്ത പക്ഷം നമുക്ക് പാപം സംഭവിക്കും. അവൻ്റെ മരണാനന്തര ജീവിതം പോലും ബാധിക്കപ്പെട്ടേക്കാം. ശരി, അപ്പോൾ ലക്ഷ്മണൻ ചെയ്യുന്നത് പോലെ ഞാനും കാട്ടിൽ താങ്കളെ അനുഗമിക്കാമെന്ന് ഭരതൻ ഉടൻ തന്നെ മറുപടി പറയുകയാണ്. അങ്ങ് എന്നെ അതിന് അനുവദിച്ചില്ലെങ്കിൽ മരണം വരെ ഉപവസിച്ച് ഞാൻ എൻ്റെ ജീവൻ എടുക്കും. അവൻ ദൃഢനിശ്ചയം ചെയ്തു. തീരുമാനം സ്ഥിരീകരിക്കാൻ അവൻ കുറച്ച് ദർഭപ്പുല്ലെടുത്ത് ആ സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് തന്നെ വിതറി. അവൻ അതിൽ ദൃഢനിശ്ചയോടെ ഇരിക്കാൻ പോവുകയായിരുന്നു. വസിഷ്ഠ മഹർഷി അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. മണ്ടത്തരമായ തീരുമാനങ്ങൾക്ക് ഇരയാകരുത് ഭരത. ശ്രീരാമൻ താങ്കൾ ഉദ്ദേശിക്കുന്നത് പോലെ മറ്റാരുമല്ല, ശ്രീനാരായണ ഭഗവാനാണ്. ബ്രഹ്മാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം സൂര്യവംശത്തിൽ ശ്രീരാമനായി അവതരിച്ചതാണ്. രാവണനെ നശിപ്പിച്ച് ലോകത്തിൽ ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത ദൗത്യം. സീതാദേവി യോഗമായയും ലക്ഷ്മണൻ ദിവ്യസർപ്പമായ ആദിശേഷനുമാണ്. ശ്രീരാമൻ ഇപ്പോൾ കാട്ടിലാണ് തൻ്റെ ദൗത്യം നിറവേറ്റാൻ ഒരുങ്ങുന്നത്. മന്ദരയെ, നിങ്ങളുടെ അമ്മയെ അചിന്തനീയമായ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിച്ചത് ഒരു ദിവ്യമായ ഉദ്ദേശം അതിലുണ്ടായതുകൊണ്ടാണ്. അതിനാൽ ഞാൻ പറയുന്നതെന്തും എൻ്റെ ശിഷ്യനായ താങ്കൾ പിന്തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നു. ശ്രീരാമനെ ഇപ്പോൾ അയോധ്യയിലേക്ക് മടങ്ങാൻ നിർബന്ധിക്കരുത്. നിങ്ങളുടെ കടമ നിർവഹിക്കുന്നതിൽ നിന്ന്
താങ്കൾ പിന്മാറുകയും ചെയ്യരുത്. 14 വർഷത്തിന് ശേഷം രാവണനെ അദ്ദേഹം വധിച്ചു കഴിഞ്ഞാൽ ശ്രീരാമൻ അയോധ്യയിലേക്ക് മടങ്ങും. ഇത്രയും ഗുരു വസിഷ്ഠൻ ഭരതനോട് പറയുകയാണ്. ഗുരുവിൽ നിന്ന് ഇത് കേട്ട് ഭരതൻ വളരെ സന്തോഷിച്ചു. അദ്ദേഹം വീണ്ടും ശ്രീരാമൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. ശരി, ഞാൻ താങ്കൾക്ക് വേണ്ടി രാജ്യത്തെ സേവിക്കാം. ഒരു രാജാവെന്ന നിലയിലല്ല, നിങ്ങളുടെ ദാസനായും സൂക്ഷിപ്പുകാരനായും ദയവായി നിങ്ങളുടെ പാദുകങ്ങൾ അതിനുവേണ്ടി എനിക്ക് നൽകിയാലും എല്ലാ ദിവസവും എനിക്ക് പ്രചോദനം ലഭിക്കുന്നതിനുള്ള ഒരു പ്രതീകമായി, ഒരു വിഗ്രഹമായി 14 വർഷങ്ങൾക്ക് ശേഷം താങ്കൾ മടങ്ങി വരുന്നത് വരെ ഞാൻ നിങ്ങൾക്കായി രാജ്യം ഭരിക്കാം, രാജ്യം പരിപാലിക്കാം. ഒരു പരിചാരകനായി മാത്രം ശ്രീരാമൻ അദ്ദേഹത്തിൻ്റെ പാദുകങ്ങൾ നൽകുകയാണ്. ഒരു വിശുദ്ധ ശില്പം പോലെ ഭരതൻ അവയെ ബഹുമാനത്തോടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. പിന്നെ അത് പവിത്രമായ ഒരു ശില പോലെ നെറ്റിയിൽ ചേർത്ത് വയ്ക്കുന്നു. അതിനുശേഷം ഭഗവാന്റെ വിഗ്രഹത്തിന് ചുറ്റും നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നത് പോലെ ശ്രീരാമചന്ദ്ര ഭഗവാന് ചുറ്റും അദ്ദേഹം പ്രദക്ഷിണം ചെയ്യുകയാണ്. ഈ സമയം അദ്ദേഹം ഉറക്കെ ഒരു പ്രതിജ്ഞ പ്രഖ്യാപിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ആ പ്രതിജ്ഞ കേട്ട സമയം എല്ലാവരും നടുങ്ങിപ്പോയി. അദ്ദേഹം പറയുകയാണ്, 14 വർഷത്തിന് ശേഷം താങ്കൾ അയോധ്യയിൽ പ്രത്യക്ഷപ്പെടുന്നില്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ ദേഹത്യാഗം ചെയ്യും, അഗ്നിയിൽ ചാടി ദേഹത്യാഗം ചെയ്യും. ഈ പ്രതിജ്ഞ ഭരതൻ്റെ വാഗ്ദാനമായി അറിയപ്പെടുകയാണ്, ഭരതൻ്റെ പ്രതിജ്ഞയായി അറിയപ്പെടുകയാണ്. ശ്രീരാമൻ ഇത് കേട്ട് സമ്മതിക്കുകയാണ്. ഒടുവിൽ ഭരതൻ തൻ്റെ നേതൃത്വത്തിലുള്ള സന്ദർശകരെ അവരെയും കൂട്ടി പോകുവാൻ വേണ്ടി തയ്യാറാവുകയാണ്. തിരിച്ചുവരവിൻ്റെ പാത നന്നായി അറിയുന്ന ഗുഹൻ ഉൾപ്പെടെ എല്ലാവരും ആലിംഗനം ചെയ്തുകൊണ്ട് ശ്രീരാമൻ എല്ലാവരോടും വിട പറയുകയാണ്. ഭരതൻ ക്ഷമിച്ചപ്പോൾ അമ്മ കൈകേയി വിശ്രമിക്കുന്നു. ദിവ്യഹിതത്താൽ വിധിക്കപ്പെട്ട നിരവധി മഹത്തായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച അവൾ ഗംഗാനദി കടന്ന് ശാന്തമായ ഹൃദയത്തോടെ തിരിച്ച് അയോധ്യയിലെത്തുകയാണ്. അങ്ങനെ നാളുകൾ കടന്നു പോകുമ്പോൾ ഭരതൻ തൻ്റെ പാദുകങ്ങൾ കൊണ്ടുവന്ന് തലസ്ഥാന നഗരമായ അയോധ്യയുടെ പ്രാന്തപ്രദേശത്തുള്ള നന്ദിഗ്രാമിൽ ഒരു ആശ്രമം സ്ഥാപിച്ചു. ശ്രീരാമൻ മടങ്ങി വരുന്നതുവരെയും നന്ദിഗ്രാം രാജ്യം ഭരിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ രാജകീയ സദസ്സായിരിക്കുന്നതുവരെയും അദ്ദേഹം രാജകീയ സൗകര്യങ്ങളൊന്നും ആസ്വദിക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. ശ്രീരാമനെ രാജാവായി പ്രതീകപ്പെടുത്തുന്ന പാദുകങ്ങളെ അദ്ദേഹം സിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്. ഭരതനും ശത്രുഘ്നനും എല്ലാ ദിവസവും പാദുകങ്ങൾക്ക് പൂജ നടത്തുകയും ഒരു രാജാവിൻ്റെ കർത്തവ്യങ്ങൾ ഏറ്റവും കാര്യക്ഷമമായും നീതിപൂർവകമായും നിർവഹിക്കുകയും ചെയ്യുകയാണ്. ഭരത ശ്രീരാമ സമാഗമം നടന്നതിന് ശേഷം കഥയിൽ ശ്രീരാമൻ അത്രി മഹർഷിയുടെ ആശ്രമം സന്ദർശിക്കുന്നതാണ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. കാട്ടിൽ ശ്രീരാമനും ലക്ഷ്മണനും സീതയും കുറച്ച് ദിവസങ്ങൾ കൂടി ചിത്രകൂടത്തിൽ അങ്ങനെ താമസിക്കുകയും, പക്ഷേ ശ്രീരാമനെ അനുനയിപ്പിക്കാൻ അയോധ്യയിൽ നിന്ന് വീണ്ടും ഒരു സംഘം വന്നേക്കാം എന്ന് കരുതി വനത്തിൻ്റെ കൂടുതൽ ആഴമേറിയ ഭാഗങ്ങളിലേക്ക് പോകുവാൻ അവർ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് അവർ ദണ്ഡകവനത്തിലേക്ക് തങ്ങളുടെ താമസം മാറുന്നത്. അവിടെ അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ അവർ മഹർഷിയെ കണ്ടുമുട്ടുന്നു. ശ്രീരാമൻ മുനിയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് സന്തോഷങ്ങൾ കൈമാറി. മുനി ശ്രീരാമൻ്റെ ദിവ്യത്വം അറിയുകയും അദ്ദേഹത്തിൽ ഭഗവാൻ നാരായണനെ ദർശിക്കുകയും ചെയ്തു. മുനി അവരോട് ഗുഹയ്ക്കുള്ളിൽ ഒരു മഹർഷിയും വിശുദ്ധയുമായ അനസൂയയെയും സന്ദർശിക്കുവാൻ വേണ്ടി പറയുന്നു. സീതാമാതാവ് ആ സമയത്ത് പോയി
ആ പുണ്യവതിയായ ആ സ്ത്രീയെ ആദരിക്കുകയും അങ്ങനെ അവരതൊരു സത്സംഗമായി ആ വേദിയെ മാറ്റുകയും ചെയ്യുന്നു. കുലീനരായ ആളുകളുമായി ഒത്തുചേരുക, അവള് സീതാദേവിയെ ആലിംഗനം ചെയ്യുന്നു, നിരവധി പ്രത്യേക വസ്ത്രങ്ങൾ സമ്മാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സീതാമാതാവിന്, മരവുരി ഉടുത്ത സീതാമാതാവിന് വളരെ ഭംഗിയായ വസ്ത്രങ്ങൾ നൽകുന്നു, കമ്മൽ നൽകുന്നു, സുഗന്ധദ്രവ്യം എന്നിവയൊക്കെ അവൾക്ക് ധരിക്കാനും ഉപയോഗിക്കാനും എല്ലായ്പ്പോഴും ഉപയോഗിക്കാനും വേണ്ടി നൽകുന്നു. കൂടാതെ അവളോട് ഉപദേശിക്കുകയും ചെയ്യുന്നു, എല്ലാ സമയത്തും സുന്ദരിയായിരിക്കാനും കാട്ടിൽ താമസിക്കുന്നത് കൊണ്ട് മാത്രം ആഭരണങ്ങളും അല്ലെങ്കിൽ ആടകളും ഒന്നും ധരിക്കാതെ അങ്ങ് ചുറ്റിക്കറങ്ങി നടക്കരുത്. 14 വർഷത്തെ താങ്കളുടെ കഠിന പരീക്ഷണത്തിന് ശേഷവും താങ്കളുടെ തേജസ് നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന് ആ മാതാവ് പറയുകയാണ്. താങ്കൾ അയോധ്യയിലേക്ക് മടങ്ങുമ്പോൾ കൊട്ടാരത്തിൽ രാജ്ഞിയായി നിങ്ങൾക്ക് ദീർഘവും സന്തോഷകരവുമായ ജീവിതം തിരികെ ലഭിക്കും. മുനി അവർക്ക് നന്നായി ഭക്ഷണം നൽകി ആ രാത്രി അവർ അവിടെ താമസിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് കഥാതന്തുവിൽ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഈ ഒരു സന്ദർഭം എത്തുന്ന സമയത്ത് അതിൻ്റെ 2-ാം അധ്യായമായ അയോധ്യാകാന്ഡം ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ്. മറന്നു പോകരുത്, നമ്മൾ ഈ സീരീസ് തുടങ്ങുന്ന സമയത്ത് പറഞ്ഞു വാൽമീകി രാമായണം പരമശിവൻ സാക്ഷാൽ പാർവതി ദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന ഉപദേശ രൂപത്തിലാണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഇവിടെ അയോധ്യാകാന്ഡം സമാപിക്കുകയാണ്. ഇവിടെ നമ്മൾക്ക് ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ ബാലകാന്ഡം കഴിഞ്ഞ സമയത്ത് ബാലകാന്ഡത്തിലെ പ്രധാന കഥാപാത്രങ്ങളുടെ ആലങ്കാരികമായതും നിഗൂഢമായ തത്വങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി വരുന്ന എപ്പിസോഡിൽ നമ്മൾ ഈ അയോധ്യാകാന്ഡത്തിൽ നമ്മൾ പരിചയപ്പെട്ട വ്യക്തിത്വങ്ങളെ അവരുടെ നിഗൂഢമായ ആലങ്കാരികമായ അർത്ഥതലങ്ങളിലേക്കൊക്കെ നമ്മൾ ആഴത്തിൽ സഞ്ചരിക്കും. അതിനുശേഷം നമ്മൾ അടുത്ത കാണ്ഡത്തിലേക്ക് പോവുകയാണ് ചെയ്യുക. എന്നെ ഇത്ര സമയവും കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു സീരീസ് നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് പരമാവധി എത്തിച്ചു നൽകാൻ നിങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.